ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന നിങ്ങളുടെ 6th മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. 6ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിന് 2025-26 അധ്യയന വർഷത്തെ മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പോസിബിൾ മെഷർ ഓഫ് എ പെയർ ഓഫ് ആംഗിൾസ് ഫോംഡ് വെൻ ടു ലൈൻസ് മീറ്റ്? എന്താണ്, ഏതായിരിക്കും? അതായത് രണ്ട് വരകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി കോണുകളുടെ അളവ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ താഴെ പറയുന്നത് ഇത് ഏതാവാം എന്നാണ് ചോദിച്ചുള്ളത്. ആൻസർ നമുക്ക് ഏതാ കിട്ടുന്നത്? 85 ഡിഗ്രി, 95 ഡിഗ്രി എന്നുള്ളതാണല്ലേ. 85 ഡിഗ്രി, 95 ഡിഗ്രി. നമുക്കറിയാം അടുത്തടുത്തുള്ള കോണുകളുടെ തുക 180 ഡിഗ്രി ആവണം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ സം ഓഫ് ദ സ്മോൾ ആംഗിൾസ് ഇൻ ദ ഫിഗർ ഈസ് 120 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആംഗിൾ അല്ലേ. ചിത്രത്തിലെ ചെറിയ കോണുകളുടെ തുക എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെങ്കിൽ വലിയ കോണുകൾ ഒന്നിൻ്റെ അളവ് എത്രയായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടെത്തും? 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 120 ഡിഗ്രി അല്ലേ. ആൻസർ എത്രയാണ്? 120 ഡിഗ്രി. ഡിഗ്രി അല്ലേ. ഓക്കെ, then the sum of small angles the measure of one. Yes. Then see question, the slanted lines in the figure are parallel to each other. Find the measure of the larger and smaller angle marked the figure. എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് ചിത്രത്തിൽ ഈ ചെരിഞ്ഞ വരകളുണ്ടല്ലോ, ഈ ചെരിഞ്ഞ വരകൾ പരസ്പരം സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വലിയ കോണിൻ്റെയും ചെറിയ കോണിൻ്റെയും അളവുകൾ കണ്ടെത്തുക. ചെറിയ കോൺ എത്ര നമുക്ക് കിട്ടുക? 70 ഡിഗ്രി കിട്ടും അല്ലേ. 70 ഡിഗ്രി എന്ന് കിട്ടും. വലിയ കോണോ? യെസ്, 110 ഡിഗ്രി ആണല്ലേ കിട്ടുക. വലിയ കോൺ എത്രയാണ്? 110 ഡിഗ്രി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സം ഓഫ് ദ മെഷർ ഓഫ് ദ ടു ആംഗിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. തന്നിട്ടുള്ള ഫിഗറിലെ മെഷേഴ്സിൻ്റെ രണ്ട് വലിയ കോണുകളുടെ അളവുകളുടെ തുക എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 110 + 110 അതായത് 220 ഡിഗ്രി ആണല്ലേ. ആൻസർ 220 ഡിഗ്രി. Then draw above the figure in the given measure. Draw a line parallel to the slanted line at a distance 4 cm from it. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? മുകളിലുള്ള ചിത്രം അതേ അളവിൽ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ചെരിഞ്ഞ വരയ്ക്ക് 4 സെൻറ്റിമീറ്റർ അകലെയായിട്ട് അതിന് സമാന്തരമായിട്ട് മറ്റൊരു വര വരയ്ക്കുകയാണല്ലേ. ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ മെഷർ ഓഫ് ദ ആംഗിൾസ് ഫോംഡ് വെൻ എ ലൈൻ ഇൻ്റർസെക്റ്റഡ് അനദർ ലൈൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു വര മറ്റൊരു വരയെ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളെ സംബന്ധിച്ചിട്ട് താഴെ പറയുന്നവ ശരിയായവ ഏതെല്ലാം എന്നാണല്ലേ. ദ സം ഓഫ് 4 ആംഗിൾസ് ഈസ് 360 ഡിഗ്രി. 4 കോണുകളുടെ തുക 360 ആണ്. ദെൻ ദ സം ഓഫ് 2 അഡ്ജസൻറ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അതായത് അടുത്തടുത്തുള്ള 2 കോണുകളുടെ തുക 90 ഡിഗ്രിയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലാർജ് ആംഗിൾ ആൻഡ് സ്മോൾ ആംഗിൾ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 90. അപ്പോൾ വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസം 90 ഡിഗ്രി കുറവായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫോർത്ത് എന്താണ്? ദ സം ഓഫ് 2 അഡ്ജസൻറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. അടുത്തുള്ള 2 കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇതിൽ ഒന്നാമത്തെയും നാലാമത്തെയും ആണല്ലേ ശരിയായിട്ടുള്ളത്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ വരിക. ഓപ്ഷൻ സി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ടു ദ മെഷർ ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക് ഡബിൾ ഇറ്റ്സ് വോളിയം. അതായത് ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം ഇരട്ടിയാക്കാൻ അതിൻ്റെ അളവുകളിൽ താഴെ പറയുന്ന എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? യെസ്, ഡബിൾ ദ ഹൈറ്റ് അല്ലേ. ഹൈറ്റ് ഇരട്ടിയാക്കുക, ഡബിൾ ദ ഹൈറ്റ്. ദെൻ ഹൗ മെനി liters of water will be contained in cube shaped container with sides of 20 cm. 20 cm വശമുള്ള ഒരു സമചതുരക്കട്ട രൂപത്തിലുള്ള പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് അല്ലേ. എത്ര ലിറ്ററാണ് നമുക്ക് കിട്ടുന്നത്? എങ്ങനെ കണ്ടെത്തും? യെസ്, 20 × 20 × 20 അല്ലേ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 1000 ഘന സെൻറ്റിമീറ്റർ ആണല്ലേ. സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് കിട്ടുന്നത്. സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റേഴ്സായി? 8 ലിറ്റേഴ്സ് അല്ലേ. 8 ലിറ്റേഴ്സ് ആണ് ആൻസർ കിട്ടുക. 8 ലിറ്റേഴ്സാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 6 liters of water is poured into this container, what will be the height of the water level? വാട്ടർ ലെവൽ എത്രയായിരിക്കും? വെള്ളത്തിൻ്റെ നിരപ്പ് എത്ര ഉയരത്തിലായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എത്രയാണ് നമുക്ക് കിട്ടുക.
If 6423 minus 317 is a multiplier of 9 അല്ലേ, what will be the digit in the place of? അതായത് 317 അല്ലേ, 6423 മൈനസ് 317 എന്നത് 9ൻ്റെ ഗുണിതമാണെങ്കിൽ അതിൻ്റെ എന്ന സ്ഥാനത്തെ അക്കം ഏതായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഏതാ ആൻസർ കിട്ടുന്നത്? 4 ആണല്ലേ. ആൻസർ എന്താണ്? 4. എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ദെൻ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 5 and 9 വിത്തൗട്ട് റിമൈൻഡർ ഇല്ലാതെ 5 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 45 ആണല്ലേ. LCM കണ്ടാൽ മതി അല്ലേ. 45. LCM ഓഫ് 5 and 9 ഈസ് 45 അല്ലേ. LCM 5ൻ്റെയും 9ൻ്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 45. ദെൻ വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ അല്ലേ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലേ. എത്രയാണ് ആൻസർ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശിഷ്ടം എത്രയാണ്? നമുക്ക് 1 ആണല്ലേ ശിഷ്ടം കിട്ടുന്നത്. 1 ആണ്. ദെൻ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ബി ആഡ് 4069 ടു ഗെറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 9 വിത്തൗട്ട് റിമൈൻഡർ അല്ലേ. വിത്തൗട്ട് റിമൈൻഡർ അതായത് 4060 ഏറ്റവും ചെറിയ സംഖ്യ കൂട്ടിയാലാണ് 9 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ലഭിക്കുന്നത്. ഏത് സംഖ്യയാണ്? 8 ആണല്ലേ. 8 ആണ് ആൻസർ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് 369 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9? ദ ഡിജിറ്റ്സ് ഏതതിൽ ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 9 × 39. യെസ്, ഓപ്ഷൻ 9 × 39 പ്ലസ് 18 അല്ലേ. 39 പ്ലസ് 18 ആണ് ആൻസർ വരുന്നത്. 9 × 39 പ്ലസ് 18. Then question 4 has 2 pairs. Verify the given statement. ഓക്കെ, ഏതാണ് ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ്. ദ ഫോളോയിങ് ഈസ് ദ പിക്ചറിസം ഓഫ് ഫ്രാക്ഷനിസം ഈസ് നമ്പർ ഫില്ലിംഗ് ദ മിസ്സിംഗ് വൺസ് അല്ലേ. മിസ്സിംഗ് വൺസ് വിട്ടുപോയ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിസ്സിംഗ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? യെസ്, മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ഓർഡർ ആയിട്ട് വരുമ്പോൾ 30, 15, 3, 5 എന്നാണല്ലേ. 13, 15, 3, 5. ഓക്കെ, ദെൻ വിച്ച് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 55? 55ൻ്റെ എല്ലാ ഘടകങ്ങളും ഏതൊക്കെയാണ്? 1, 5, 11, 55 അല്ലേ. 1, 5, 11, 55 അല്ലേ. ഓക്കെ, ദാറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 168 × 24? ഏതാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി 84 × 48. ഓപ്ഷൻ സി 84 × 48. ദെൻ ഹൗ മെനി നോട്ട്ബുക്സ് ഓഫ് 50 rupees ക്യാൻ ബി? ഓക്കെ, 4B ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി നോട്ട്ബുക്സ് ഓഫ് 15 rupees ക്യാൻ ബി ബോട്ട് ഫോർ ദ പ്രൈസ് ഓഫ് 30 rupees ഈച്ച് അല്ലേ. ദെൻ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? യെസ്, 20 ആണല്ലേ. ആൻസർ 20. ദെൻ ഹൗ മെനി നോട്ട്ബുക്സ് ദാറ്റ് കോസ്റ്റ് 60 rupees ഫോർ ഈച്ച് ക്യാൻ ബി ബോട്ട് ഫോർ സെയിം പ്രൈസ്? സെയിം പ്രൈസിൽ എത്രയായിരിക്കും? എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 5 നോട്ട്ബുക്സ് ആണല്ലേ. 5 നോട്ട്ബുക്സ് ആണ്. ആൻസർ 5 ആണ് വരുന്നത്. ആൻസർ 5. ദെൻ വാട്ട് നമ്പർ ഷുഡ് ബി ഡിവൈഡഡ് ബൈ 6 ടു ഗെറ്റ് ദ കോഷ്യന്റ് ഓഫ് 264 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിട്ടുള്ളത്? യെസ്, 1584 ആണ്. 1584. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് സബ്സ്ട്രാക്ടിങ് 198 ഫ്രം 4374 വിച്ച് നമ്പർ ഷുഡ് 200 ബി സബ്സ്ട്രാക്റ്റഡ് ടു ഗെറ്റ് ദ സെയിം ആൻസർ? എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 4376 ആണ് അല്ലേ. ഓക്കെ, ദെൻ ഹൗ മെനി സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 1 pentagram? എത്രയായിരിക്കും? 5 ആണല്ലേ. 5. ദെൻ ഹൗ മെനി സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 2 pentagrams? 2 9 ആയിരിക്കും അല്ലേ. 9. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് പെൻഡഗൺസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിക്സ്? അപ്പോൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഈച്ച് അഡീഷണൽ പെൻഡഗൺ ആഡ്സ് 4 more sticks to the first 5 അല്ലേ. അതായത് ഓരോ പഞ്ചഭുജം കൂടുമ്പോഴും 4 ഇർക്കിളുകൾ വീതം അധികം വേണം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Represent the number of pentagon as P and total number of sticks as N and write the relation between them. Which അതിൻ്റെ റിലേഷൻ ആണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. Then n is equal to 4p plus 1 ആണല്ലേ കിട്ടുന്നത്. n is equal to 4p plus 1 ആണ് ആൻസർ. Then next question എന്താണ്, which of the following is the calculation of finding the number of pentagons that can be made using 41 sticks അല്ലേ. 41 എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആണല്ലേ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് 41. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി 40 minus 1 divided by 4 ആണല്ലേ. ഓക്കെ, then picture shows the amount of rainfall in different month of year. Which month received the maximum rainfall? മാക്സിമം റെയിൻഫാൾ ജൂണിലാണല്ലേ. മാക്സിമം ജൂണിലാണ് വരുന്നത്. Then what is the difference the measure of rainfall during the month of July and August? എത്രയായിരിക്കും? 200 മീറ്റർ ആണ്, മില്ലിമീറ്റർ ആണല്ലേ. 200 mm ആണ്. 200 mm. Then of the following months does the variation of the amount of rainfall greatest? ഓപ്ഷൻ ബിയുടെ ആൻസർ ഡി. സിയുടെ ആൻസർ എന്തായിരുന്നു? ഏപ്രിൽ ഓർ സെപ്റ്റംബർ ആണല്ലേ. ദെൻ ഡിയുടെ ആൻസർ എന്താണ്? ഡി ഏപ്രിൽ മെയ് ആണ്. ഏപ്രിൽ മെയ്. ദെൻ ഫ്രെയിം എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഫിഗർ. തന്നിട്ടുള്ള ഫിഗറിൽ ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാനാണല്ലേ. നമുക്ക് എന്ത് എഴുതാം? വിച്ച് മന്ത് റിസീവ്ഡ് ദ ലീസ്റ്റ് റെയിൻഫാൾ. വിച്ച് മന്ത് റിസീവ്ഡ് ദ ലീസ്റ്റ് റെയിൻഫാൾ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.